6 മണിക്ക് സെക്രട്ടേറിയറ്റ് ജോലിക്ക് വന്നിരുന്നപ്പോൾ ആളുകൾ ചോദിച്ചില്ലേ ഇയാൾക്ക് വട്ടാണോ? ഓഷോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വട്ട് വേണം. അതുകൊണ്ട് വട്ടില്ലാത്തവന്മാരെ എനിക്ക് അവജ്ഞ. സ്റ്റാലിൻ ദേവനൊന്ന് കൈ നീട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചില നല്ല പെണ്ണുങ്ങളൊക്കെ അടുത്ത് വന്നിട്ട് സാർ ഞാൻ എന്ത് വേണോ തരാം സാർ. സത്യം പറയണം. താങ്കളുടെ ഉള്ളിലെ വട്ടൻ ഉണർന്ന് ആ പ്രവർത്തിച്ചു. വട്ടൻ ഉണർന്നു. ബൈപ്പോളർ. ഈ മമ്മൂട്ടി പറഞ്ഞതുപോലെ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റ് നമ്മൾ കേട്ട സെക്രട്ടേറിയറ്റ് ഒന്നും അല്ല എന്ന് താങ്കളുടെ വാക്കുകളിലൂടെ മനസ്സിലായി. നമ്മൾ കേട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങളാണ് അതിനകത്തുള്ളതെന്നാണ് ഇപ്പോൾ താങ്കളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് താങ്കളുടെ? അടുത്ത കാലത്തൊന്നും ഒരു പരിഹാരവും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാണ് കാരണം സെക്രട്ടറി കല്യാണം തന്നെ മിക്കവാറും പിന്നെ ഹോളിഡേയ്സിൽ വെക്കില്ലായിരുന്നു, വർക്കിംഗ് ഡേയിൽ വെക്കും. കാരണം എല്ലാവർക്കും പോകാൻ പറ്റും, വരാൻ പറ്റും. ഇനി അവിടെ ഈ ബയോമെട്രിക് സംവിധാനമൊക്കെ വന്നാലും, കാരണം ഇത് മനസ്സിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ജോലി ചെയ്യണം, ഞാൻ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ്, ജനങ്ങളുടെ ടാക്സാണ് ഞാൻ വാങ്ങിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ നിന്ന് വന്നാലേ പറ്റൂ. അപ്പോൾ സെക്രട്ടറി തന്നെ ഈ നിയമപരമായ കാര്യങ്ങളിൽ എനിക്ക് വിഷയമുള്ളത് പിന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേരളത്തിലെ കംപ്ലീറ്റ് സർക്കാർ ഓഫീസുകളെയും തൂപ്പുകാരെ പാവപ്പെട്ട ആൾക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടാക്കി എന്നെ നിർത്തി. കാരണം എല്ലാം കേസും വഴക്കും ഹൈക്കോടതിയും കാര്യങ്ങളും. ഞാനൊരു 6 മണിക്ക് സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഞാൻ കീ ഡ്രോ ചെയ്യും. രാവിലെ 6 മണിക്ക്. രാവിലെ 6 മണിക്ക്. അതിനുശേഷം അന്നേരം സെക്യൂരിറ്റി ഉറപ്പെഴുന്നിട്ടുണ്ടാവും. എല്ലാവർക്കും എന്നെ അറിയാലോ, ഞാൻ സെക്യൂരിറ്റി ഗാർഡും ആയിരുന്നല്ലോ. അവിടെ ഇപ്പോൾ ഒരാൾ എനിക്കവിടെ പ്രവേശനം ഉണ്ടല്ലോ. ഞാൻ പോയി താക്കോല് ഡ്രോ ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ആയിരിക്കും രാത്രി 10 മണിക്ക് ഈ താക്കോല് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും റെക്കോർഡ് കാണും, 1.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട്. സത്യത്തിൽ ആരുമൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ എനിക്ക് 1ാം റാങ്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഈ പല്ലിയെ പോലെ ഞാനില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നിലനിൽക്കില്ല എന്നൊരു ധാരണ, മിഥ്യാധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഐ വാസ് വർക്കഹോളിക്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മനസ്സിൽ നിന്ന് വന്നിട്ട്, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമൊന്നും സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫിന് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. രാവിലെ 6 മണിക്ക് സെക്രട്ടേറിയറ്റ് ജോലിക്ക് വന്നിരുന്നപ്പോൾ ആളുകൾ ചോദിച്ചില്ലേ ഇയാൾക്ക് വട്ടാണോ? വട്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബൈപ്പോളറിൻ്റെ ഒരു അംശമുണ്ട്. ഓഷോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വട്ട് വേണം. അതുകൊണ്ട് വട്ടില്ലാത്തവന്മാരെ എനിക്ക് അവജ്ഞ. വൈ? ബിക്കോസ് അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ലെന്നേ. ഇത് ചെറിയൊരു വട്ടുള്ള മനുഷ്യൻ കുറച്ചൊക്കെ എക്സെൻട്രിക് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ വ്യക്തിയെ കൊണ്ട് സമൂഹത്തിനും വല്ല ഉപയോഗവും വരൂ. ഞാൻ 10 മണിക്കേ ചെല്ലാവൂ, ഉച്ചയ്ക്ക് 1 മണിക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി പോകും, 2 മണിക്ക് വരും, 5 മണിക്ക് വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും ദേ ആർ അൺഫിറ്റ് ടു ബി ദെയർ. 1.5 വർഷം താങ്കളെ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചത് ഈ തൂപ്പുകാരുടെ നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടും കേസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. താങ്കൾ അവിടെ വെടുപ്പാക്കിയോ കുളമാക്കിയോ? എനിക്ക് വേണമെങ്കിൽ അവർക്ക് ഒരു ഫയൽ എഴുതി, ഒരു അവസാനം എഴുതി ഒരു സ്റ്റേജ് എത്തി. ഞാൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആരും എഴുതത്തില്ല. ജോസിറിയ സാർക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒപ്പിടും. എൻ്റെ കൈ ഇവൻ എഴുതുന്ന കറക്റ്റ് ആണെന്നുള്ള ഒരു ധാരണയിൽ ഒരു 5-6 ലക്ഷം രൂപ അവർക്ക് കിട്ടും. അരിയസ് 70 വയസ്സൊരു ജോലി, പിന്നെ പെൻഷൻ. എൻ്റെ കൈ ഒന്ന് നീണ്ടാൽ എനിക്ക് എത്ര കിട്ടുമായിരുന്നു? സോമന്റെ ഡയലോഗാണ്, അവളൊന്ന് കരഞ്ഞെങ്കിൽ ഞാൻ ഉണർന്നേനെന്ന് പറയും പോലെ സ്റ്റാലിൻ ദേവനൊന്ന് കൈ നീട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചില നല്ല പെണ്ണുങ്ങളൊക്കെ അടുത്ത് വന്നിട്ട് സാർ ഞാൻ എന്ത് വേണോ തരാം സാർ. സത്യം പറയണം. വശീകരിക്കാൻ. കാരണം അവരെ ഒന്നുമില്ലെന്ന്. 400 രൂപ ശമ്പളക്കാർ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പോയി റിട്ട് കൊടുക്കുക? അവർക്ക് എങ്ങനെ ഈ കാര്യം ജീവിതം നടന്നു കിട്ടണം? ഞാൻ പറഞ്ഞ് അവരുടെ അവസ്ഥയാണ്. അപ്പം ഞാൻ അവരെ ആരെങ്കിലും പ്രായമുള്ളതാണെങ്കിൽ അമ്മ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചിട്ടൊക്കെ. അപ്പോൾ ഇവർ വിചാരിക്കും എന്താണ്, ഈ പുള്ളിക്ക് നമ്മളെ എന്തോ കിട്ടാൻ ശരിയാക്കി തരണ കേസ് കിട്ടും. എല്ലാം കഴിഞ്ഞതിന് ശേഷം വിളിയോട് വിളിയാണ്, സാറി എനിക്ക് സാറിനെ കാണണം. ഞാൻ പറയും നിങ്ങൾ കാണാൻ എന്തിനാണ് എന്നെ, ഇപ്പോൾ പലരും അത് കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ എന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ഇടപെട്ട ആ രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ പ്രതീക്ഷയുണ്ടാകും. ഞാൻ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ എൻ്റെ അച്ഛനെ മുൻനിർത്തി മാത്രമേ ഞാൻ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ആ ഒരു രീതിക്കല്ല ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തു. നിങ്ങളുടെ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകുമ്പോൾ ആ പ്രാർത്ഥനയിൽ എന്നെ കൂടി ചേർത്തിരുന്നാൽ മതി എന്നാണ് ഞാൻ എത്രയെങ്കിലും ആൾക്കാരോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കൈ നീട്ടിയിരുന്നെങ്കിൽ നേരത്തെ 60 ലക്ഷം പോയില്ലേ, അതിൻ്റെ 10 ഇരട്ടിൻ്റെ കയ്യിൽ തന്നെ. പക്ഷേ എനിക്കിപ്പോഴും കിടന്നാൽ ഉറക്കം വരും. ജീവിതത്തിൽ ഞാൻ 5 പൈസയും ആരെയും നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പലരും കൈക്കൂലി കേസിലേക്ക് 250 രൂപയ്ക്കൊക്കെ അറസ്റ്റ് പിന്നെ പിടിക്കപ്പെട്ടിട്ടാണ് ഈ കൈ മുക്കുന്നത്. എന്ത് ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. അതൊക്കെ മാറി. സർവീസ് കയറി ആദ്യ ദിവസം തന്നെ 10,000 രൂപ കൈക്കൂലി വാങ്ങി ഒരു ഓഫീസർ ഇവിടെ പിടിയില്ല. ആദ്യത്തെ ദിവസം ഒന്ന് ആലോചിച്ചു. പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു വ്യക്തിക്ക് അടുത്ത നിമിഷം ഇദ്ദേഹമായിരുന്നു എൻ്റെ അച്ഛനെന്ന് വീണ്ടും ഓർമ്മിക്കാൻ പറ്റും? പഴയ
പഴയ അതേ മനോഭാവത്തോടുകൂടി. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ പോലും നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഈ സെക്രട്ടേറിയറ്റിൽ അപ്പോൾ താങ്കൾ പറയുന്ന വാക്കുകളൊന്ന് അനുമാനിക്കുകയാണെങ്കിൽ കാശൊക്കെ വാങ്ങാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷേ ആ പർട്ടിക്കുലർ കസേര തന്നെ കിട്ടണം. കാരണം പിന്നെ യൂണിയൻകാർക്ക് അവിടെ ഇരുന്ന് കാശ ഉണ്ടാക്കിക്കൂടെ? അതിന് മൂള വേണ്ടേ, ഇത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ, നിയമം അറിയണ്ടേ, അവരെ കേസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് നിയമത്തിൻ്റെ, അതായത് ഒരു കേസ് പഠിക്കുന്നു, ആ ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ആ ഫാക്ട് സിറ്റുവേഷന് അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നു. ഇത് മൂന്നും ചെയ്താൽ മാത്രമേ അവർ ഫയലിൽ രക്ഷപ്പെട്ടു വരൂ. അതറിയില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു നിയമം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ കൈക്കൂലി വാങ്ങണമെങ്കിലും വിവരം വെള്ളിയാഴ്ചയും വേണം. അതില്ലാതെ പറ്റും. അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ ഒരു വലിയ ഓഫീസർ ഇപ്പം നേരെ അറസ്റ്റ് അകത്ത് കിടന്നില്ലേ, ഇങ്ങനെ ആയിപ്പോയി. വിവരം ഇതൊക്കെ കള്ളം ചെയ്യാനും വിവരം വേണം എന്നുള്ളതാണ് സത്യം. ഈ സെക്രട്ടേറിയറ്റിൽ ഇപ്പം നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ട് കയറുന്നു, പിന്നെ അവിടെ നിന്ന് നമ്മൾ അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, അങ്ങനെ കയറി അങ്ങ് പോവുകയാണ്. മാക്സിമം അഡീഷണൽ സെക്രട്ടറി വരെ ആണെന്ന് വെച്ചുകൊള്ളുക. പക്ഷേ സമാന്തരമായിട്ട് വേറെ ചില ചേട്ടന്മാർ പ്രൈവറ്റായിട്ട് കയറി വരുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ സ്പെഷ്യൽ സെക്രട്ടറി അഡീഷണൽ, ഇങ്ങനെ കുറച്ച് ചേട്ടന്മാർ പൊളിറ്റിക്കലി കയറി വരുന്നുണ്ട്. ഈ പ്രൈവറ്റായിട്ട് കയറി വരുന്ന ചേട്ടന്മാരും താങ്കളെപ്പോലെ PSC പരീക്ഷ എഴുതി കയറി വരുന്ന ചേട്ടന്മാരും തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാവാറുണ്ടോ? എൻ്റെ സമയത്ത് ഇത് വന്നില്ല. കേസൊക്കെ ഞാൻ വന്നതിന് ശേഷമാണ് ഇപ്പോൾ സെലക്ഷനൊക്കെ. അല്ല, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പെട്ടെന്ന് പേര് മറന്നുപോയി, അന്നത്തെ ധനകാര്യ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള എൻ്റെ ജൂനിയറായിട്ടുള്ള എൻ്റെ ലിസ്റ്റിൽ കയറിയ ഒരു പയ്യൻ, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ വന്ന് പിറകെ കയ്യെ കെട്ടി നെഞ്ചൊക്കെ വിരിച്ച് അവിടെ നടന്നു വന്നിട്ട്, സ്റ്റാലിനെ മന്ത്രിക്ക് മറ്റേ ഇന്ന നമ്പർ ഫയൽ കാണണം. എനിക്ക് നല്ല പ്രായത്തിൽ മക്കളുണ്ടാക്കിയെങ്കിൽ എൻ്റെ മോനാവാനുള്ള പ്രായമേ ഉള്ളൂ. ഈ പറയുന്ന വിദ്വാൻ, വാക്ക് ഞാൻ പറയുന്നില്ല, വിദ്വാൻ. ഞാൻ അവിടെ അപ്പോൾ ഇപ്പം ഇവിടുത്തെ വലിയ സഖാവാണല്ലോ, അപ്പോൾ എല്ലാവരും വലിയ സൗണ്ടിലേ ചോദിക്കുന്നത്, എല്ലാവരും നോക്കിക്കൊണ്ടു. ഞാൻ അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, ഇവിടെ നീൻ്റെ തന്തയും ഇതുപോലെ തന്നെ വിളിക്കുന്നതെന്ന്. അതും അവൻ ചോദിച്ചതിൻ്റെ 10 ഇരട്ടി സൗണ്ടിൽ. ഒരു വലിയ ഹോളാണല്ലോ, എല്ലാവരും ഏഷ്യൂ നോക്കുക, എന്താ പ്രശ്നം. ഉടനെ സഹാക്കന്മാരെല്ലാം കൂടി ഇവരെപ്പൊക്കെ കൊണ്ട് പോകണമല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് നല്ല സമയത്തായിരുന്നെങ്കിൽ നീ എൻ്റെ മോനായിരുന്നു, മനസ്സിലായില്ലേ? ഞാൻ ഓഷയുടെ ആളാണ്, നീ പിന്നെ ധനകാര്യമന്ത്രി ആളായിരിക്കും, പക്ഷേ എൻ്റെ ഗൈഡ് ചെയ്യണത് ഓഷയാണ്. ഞാൻ അപ്പോഴപ്പോൾ കാണുന്നവരെ അച്ഛാന്ന് വിളിക്കില്ല, ഓടാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ് പ്രശ്നം. എനിക്കൊരു പ്രായത്തിൻ്റെയെങ്കിലും ഒരു ബഹുമാനം തരാൻ യുവമാർക്കൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ പേര് സ്റ്റാലിനാണെന്ന് അന്ന് അവൻ മനസ്സിലാക്കി. സ്റ്റാലിൻ്റെ അർത്ഥം അറിയോ? അനീഷിന് റഷ്യയിലെ ഒരു നേതാവ് എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലല്ല, നമ്മൾ ഈ സർദാർ എന്ന് പറയില്ലേ, ഉരുക്കു മനുഷ്യൻ. സ്റ്റാലിൻ്റെ യഥാർത്ഥ പേര് ഇവിടുത്തെ കമ്മിയാക്കും അറിയില്ല. ജോസഫ് വിസാറിയാനോവിച്ച് ഷുഗാസ്വലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്റ്റാലിൻ എന്നുള്ള ഇവിടുത്തെ സർദാറിനെ മാൻ ഓഫ് സ്റ്റീൽ എന്നുള്ള ഇതിൽ റഷ്യൻ ജനത കൊടുത്ത ടൈറ്റിലാണ്, വിളിപ്പേരാണ് സ്റ്റാലിൻ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എനിക്ക് ആ പേരിട്ടിട്ട് ഞാൻ പിന്നെ അവസാനം കണ്ടുപിടിച്ചത് എന്താണ് സംഭവം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാലിൻ ദേവൻ അവിടെ വെറുക്കപ്പെട്ടവനായിട്ട് സ്ഥാപിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ വെറുക്കപ്പെട്ടവനായിരുന്നു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ പെൻഷൻ ആവേണ്ട അന്ന് എൻ്റെ ഡിസ്ട്രിക്റ്റിൽ പല ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവരുടെ സ്റ്റാറ്റസ് എൻ്റെ പോട്ടെ. അതുകൊണ്ട് അങ്ങനെ ഒരു വെറുക്കപ്പെട്ട കഥാപാത്രമൊന്നും ആയിരുന്നില്ല ഞാൻ. അപ്പോൾ എന്തായാലും ദുഷിച്ച വ്യവസ്ഥിതികളൊന്നും പെട്ടെന്നൊന്നും മാറത്തില്ലെന്ന് താങ്കൾ പറഞ്ഞു വെച്ചു. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ശ്രീ സ്റ്റാലിൻ ദേവനെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെന്ന് കരുതുക. സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിലെ 3ാമത്തെ നിലയിലെ ആ വലിയ ഓഫീസിൽ താങ്കൾ കയറി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? എൻ്റെ കാറിൻ്റെ മുമ്പേ ഉള്ള 20 വണ്ടിയും ക്യാൻസൽ ചെയ്യും, പിറക്കുള്ള ഒരു വണ്ടി ക്യാൻസൽ ചെയ്യും, ഒരു പോലീസ് ജീപ്പ് ഫ്രണ്ടിലോടും. 2, തികച്ചും നിയമവിരുദ്ധമായിട്ടാണ് ഈ മുനമ്പത്തെ ആൾക്കാരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു പിടിച്ച് വച്ചിരിക്കുന്നതെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട സർക്കാർ തന്നെ ഇപ്പോൾ ഈ കമ്മീഷൻ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ അപ്പീലിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ വഖഫ് ബോർഡിൻ്റെ ഉത്തരവ് തന്നെ നിയമവിരുദ്ധമാണ്. അപ്പോൾ ആ ഉത്തരവിനെയാണ് പാലിച്ചുകൊണ്ട് അവരുടെ റവന്യൂ ആവശ്യം പിടിച്ചു വെച്ചത്. അതുകൊണ്ട് ബീങ് എ മുഖ്യമന്ത്രി ഞാൻ ആദ്യം പോകുന്നത് മുനമ്പത്തായിരിക്കും. അവർക്ക് അവരുടെ റവന്യൂ ആവശ്യങ്ങൾ തിരിച്ചു. ആദ്യം ഈ പോലീസും ആദ്യം ഞാൻ അവരിൽ ജനങ്ങളിൽ ഒരാളായിട്ട് മാറും. മനസ്സിലായി? ഇതൊക്കെ ചുമ്മാ കഥയാണ്. അല്ല, ഒരിക്കലും നടക്കില്ല. എന്നെ പിടിച്ച് ആക്കി നോക്ക്, ഒരിക്കലും നടക്കില്ല. എന്നെ പിടിച്ച് ആക്കി നോക്ക്, പറ്റുമെങ്കിൽ. നമ്മുടെ മുഖ്യമന്ത്രിക്കാണ് ആ കാര്യം ഒരു ദിവസം ഒന്ന് ഇരുന്നോളൂ. ഞാൻ നിയമപരമായിട്ട് പറഞ്ഞതല്ല. മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഈ
പരിവാരങ്ങളൊക്കെ പറഞ്ഞു വിട്ട് ഒരു സാധാരണ നമ്മുടെ അച്യുതമേനോനൊക്കെ പണ്ട് ബസ്സിൽ കയറി പോയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് കോയ ഇദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കാലമൊക്കെ ഒരുപാട് മാറിയില്ലേ സാർ? കാലം എന്തോന്നും മാറി, മനുഷ്യൻ മാറുന്നില്ലെന്നേ. ഈ തിരക്കിനിടയിൽ കൂടെ ഒരു മുഖ്യമന്ത്രിക്കൊക്കെ ഓടി എത്തണ്ടേ? അപ്പൊ കുറച്ച് ജീവൻ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. കുറച്ച് ജീവൻ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇല്ലാത്തൊരു മുഖ്യമന്ത്രി എങ്ങനെ ജീവിക്കും? അല്ല, അത് പഠിപ്പിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി കൊടുക്കണമല്ലോ. അന്ന് പിന്നെ എനിക്ക് ജീവൻ രക്ഷാപ്രവർത്തനത്തിന് വിധേയനാകേണ്ടി വരും. ശരി, അപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിയാകാൻ താങ്കൾക്കൊരു അവസരം കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് പോലീസും പട്ടാളവും എല്ലാം എടുത്ത് കളയും, പച്ചയായ മനുഷ്യനായി ജനകീയ മുഖ്യമന്ത്രിയായി മാറും. ദെൻ മുൻപത്തെ വിഷയങ്ങളിലേക്കാണ് താങ്കൾ പോകുന്നത്. ഇനി അതിലോട്ടാണ് വിഷയം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു, ശ്രീ ശാലൻ ദേവൻ പൊതുസമൂഹത്തിന് സുപരിചിതനാണ്. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ, സൈബർ സ്പേസിൽ വാർത്താ അധിഷ്ഠിത പരിപാടികൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്. ആ വാർത്താധിഷ്ഠിത പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പ്രിസൈസ് ആയിട്ട് എടുത്ത് പറയേണ്ടത് താങ്കൾ മുനമ്പം വിഷയത്തിൻ്റെ മുൻനിര പോരാളിയായിട്ടാണ് പലരും മനസ്സിലാക്കുന്നവർ, അറിഞ്ഞിട്ടുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവുക. താങ്കൾ എങ്ങനെ, പട്ടാളക്കാരനായ താങ്കൾ സെക്രട്ടേറിയറ്റിലെത്തി, സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം താങ്കൾ എങ്ങനെ മുനമ്പം വിഷയത്തിൽ അല്ലെങ്കിൽ മുനമ്പത്തിൻ്റെ ഭാഗമായി? അതായത് ഈ മുൻപം വിഷയം ആദ്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ പിന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A പറയുന്നുണ്ട്. ഇപ്പോൾ അനീഷ് മോഹനൻ തന്നെ രണ്ടേ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ സ്വന്തം വസ്തു നഷ്ടപ്പെടൂ. ഒന്ന്, താങ്കൾ ആ വസ്തുവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസിൽ കുടുങ്ങി കേസ് പോകുന്നു, വിധിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് വസ്തു നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ സർക്കാർ താങ്കളുടെ വസ്തു ഏറ്റെടുക്കുന്നു, ലാൻഡ് അക്വിസിഷൻ, അതിൽ കോമ്പൻസേഷൻ കിട്ടും. ഇതല്ലാതെ താങ്കളുടെ വസ്തു നഷ്ടപ്പെടില്ലാണ് ഭരണഘടന പറയുന്നത്. അപ്പോൾ മുൻപത്തെ വിഷയം കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ഏതോ ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരിക്കും എന്ന് കരുതി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തമിഴ്നാട്ടിൽ 6 വില്ലേജുകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു എന്ന് പറയും. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, ഒരു വില്ലേജ് തന്നെ ഏറ്റെടുക്കും, 6 വില്ലേജ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനെ നിയമം വരാൻ സാധ്യത എന്താണെന്ന് പഠിക്കുന്നപ്പോൾ അന്വേഷണം പണ്ട് കേട്ട് കാണും വഖഫ്, നമ്മളെല്ലാവരും വഖഫ് എന്ന് കേട്ടു, ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഇരുന്നിട്ട് പറയുന്നത് വഖഫിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ വായും പൊളിച്ച് കേട്ടുകൊണ്ടിരിക്കും. സാമാന്യ ജനങ്ങൾക്ക് വഖഫ് എന്ന് അറിയാവുന്നത് പുതിയൊരു മന്ത്രിസഭ വരുന്നു, പുതിയ പോർട്ട്ഫോളിയോ എല്ലാം തീരുമാനിക്കുമ്പോൾ ഇന്ന മന്ത്രിക്ക്, അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി, ഇദ്ദേഹത്തിനാണ് വഖഫിന്റെ ചാർജ്. എന്തോ ഒരു വഖഫ് സാധനം ഇത്രയും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വഖഫ് എന്നുള്ള വാക്ക് വെച്ച് പഠനം തുടങ്ങി. ഇതൊരു അറിവ് വാക്കാണ്. കാരണം ജനങ്ങളെ അറിയിക്കണമല്ലോ. ഈ ഒരു വഖഫ് ബോർഡ് ഒരു മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ വസ്തു വഖഫായി മാറുമെങ്കിൽ താങ്കളുടെ ഉള്ളിൽ വട്ടൻ ഉണർന്ന് വട്ടൻ ഉണർന്നു, ബൈപ്പോളർ ഉണർന്ന് പ്രവർത്തിക്കുകയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയും ചെയ്തു. പഠിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനും നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പരിഹാരം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ നിയമം പഠിച്ചിരിക്കണം. അതിനുശേഷം ആ കേസിൻ്റെ ഫാക്ട്സും പഠിച്ചിരിക്കണം. ശരി. എന്നിട്ട് ആ ഫാക്ട്സിനെ ഈ നിയമവുമായി കൊണ്ടുവന്ന് താങ്കൾക്ക് അനുയോജ്യമായ രീതിയിൽ ബന്ധപ്പെടുത്തണം. ശരി. അപ്പോൾ മാത്രമേ ഒരു പരിഹാരം വരൂ. അപ്പം ഞാൻ ഈ വഖഫ് ആക്റ്റും 1913 മുതലുള്ള ആക്റ്റും പഠിച്ചതിന് ശേഷം ഞാൻ മുനമ്പത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അന്ന് അത് അവർ 1950 ഒരു സിദ്ദിഖ് സേട്ടു എഴുതിയ ഒരു പ്രമാണം കൊണ്ട് നടക്കുക. വഖഫ് ബോർഡ് പറയുന്നു ഇതിൽ ഈ പ്രമാണത്തിൽ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവർ പറയുന്നു അതിൽ തിരിച്ചു വരുമെന്ന് എഴുതിയുകൊണ്ട് അത് വഖഫ് അല്ല. അതാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷെർലോക്ക് ഹോംസിനെ പോലെ ഇതിൻ്റെ പിറകോട്ട് പോയി ഈ പ്രമാണത്തിൽ എഴുതിയിരുന്ന സത്യമാണോ അല്ലയോ നമ്മൾ അറിയണ്ടേ. അങ്ങനെ ഞാൻ 1915 മുതലുള്ള ഡോക്യുമെൻസും രജിസ്റ്റേർഡ് ഡോക്യുമെൻസും ഒക്കെ കണ്ടെത്തി പഠിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? എന്താണ്? 1950 നവംബർ മാസം 1-ാം തീയതി 404.76 ഏക്കർ വസ്തു അള്ളാഹുവിന് ദാനം ചെയ്തു എന്നാണല്ലോ വഖഫ് ബോർഡ് ഇപ്പോൾ പറയും ചെയ്യുന്നു. ഈ മനുഷ്യന് അന്ന് അവിടെ 1 സെൻറ്റ് വസ്തു പോലും ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഉടായ്പാണ്. ശൂന്യതയിൽ നിന്നും അതെന്താ പറ്റിയെന്ന് വെച്ചാൽ രാജാവ് 1950 മറ്റൊരാൾക്ക് പാട്ടം കൊടുത്തിരുന്നു. അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു. അങ്ങനെ ഇതങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ഈ കുടികിടപ്പുകാരുണ്ടല്ലോ, ടൈറ്റിലില്ല, എല്ലായിടത്തും കിടക്കുന്നു. അപ്പോൾ വളരെ ബുദ്ധിമാനായ മറ്റൊരു വ്യക്തി, ഈ കുടുംബവുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്തതും പക്ഷേ ഈ വസ്തുവിൻ്റെ ചരിത്രം അറിയാവുന്നതുമായ അവരുടെ ഒരു ഫ്രണ്ടായിരിക്കാം. പുള്ളി പോയിട്ട് നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരും. അതെ. അന്ന് മുതൽ ഈ പാട്ടത്തിന് കൊടുത്തിരുന്ന വസ്തുവൊക്കെ സർക്കാരിലേക്ക് തിരിച്ചു വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് 18 ദിവസം മുമ്പ് ഒരു വ്യാജ ഭാഗപത്രം എഴുതിയിട്ട് ഇത് മറ്റു ചില ആൾക്കാരുടെ കയ്യിലേക്ക് മാറ്റിയതിനു ശേഷം അവരും അറിയുന്നില്ല ആരുടെ പേരിലാണോ കൊടുത്തത്, അതും അറിയാതെ 5 മാസം കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നും വിലയാധാരം ഇങ്ങേര് വാങ്ങിക്കുന്നതായിട്ട് ഒരു രേഖ ഉണ്ടായിരുന്നു. ഈ ഇത്രയും 75 വർഷം മുമ്പുള്ള രേഖ ആരെങ്കിലും കണ്ടെത്തും എന്ന് ആരെങ്കിലും കരുതിയിരുന്നു? സർക്കാരിന് വേണമെങ്കിൽ നാളെ ഒരു കമ്മീഷൻ വെച്ചിട്ട് അതിനെപ്പറ്റി പരിശോധിക്കാം.
അതുപോലെ തന്നെ ചിലരൊക്കെ ടി വിയിലേക്ക് ഇരുന്ന് പറയും എൻ്റെ ഉപ്പുപ്പ 500 ഏക്കർ കൊടുത്തു 100 ഏക്കർ, ഒരു 3 ഏക്കറിൽ കൂടുതൽ ഏവരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അന്വേഷണ വിധേയമായി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഉടായ്പകളാണ് മനസ്സിലാക്കുക. 500 ഏക്കർക്ക് ആര് കൊടുക്കാനാണ്? ഈ ഉടായ്പകൾക്ക് പിന്നാലെയുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.